ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ജഗദ്ഗുരു ശ്രീനാരായണ പരമഹംസദേവന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. അറിവിന്റെ ദേവത വിദ്യാസ്വരൂപിണിയായ ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. ആത്മമിത്രങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ ശിവശതകം ശതകാഭിഷേകം മഹേശ പൂജയുടെ 24-ാം ദിനമായ ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ വിരചിതമായ ശിവശതകം എന്ന കൃതിയിലെ 24-ാമത്തെ പദ്യം അവതരിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇത് മഹാഗുരുവിൻ്റെയും ശ്രീ ശാരദാംബയുടെയും അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. 100 പദ്യങ്ങൾ അടങ്ങുന്ന ഒരു ശിവസ്തുതിയാണ് ശിവശതകം. ഗണപതി ഭഗവാനെയും സരസ്വതി ദേവിയെയും സുബ്രഹ്മണ്യ ഭഗവാനെയും വന്ദിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ കൃതിയിലെ 24-ാമത്തെ പദ്യം അതിങ്ങനെയാണ്. മലയത്തിലുണ്ടു മരുന്നു 3 പാമ്പും പുലിയും അതിന്നിരുപാടുമുണ്ടു കാവൽ പുലയനെടുത്തു ഭുജിച്ചു പാതി ഇന്നും ബിലസതി നീയുമെടുത്തു കൊൾക നെഞ്ചേ. ഒറ്റ നോട്ടത്തിൽ ഈ പദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം, മല അതിലുണ്ട്, മരുന്ന് 3 മരുന്ന് മലയിലുണ്ട്, പാമ്പും പുലിയും അതിനിരുപാടും കാവലുണ്ട്, പുലയനെടുത്തു ഭുജിച്ചു പാതി, അതിൽ പാതി പുലയനെടുത്തു ഭുജിച്ചു, ഇനിയും അതിൽ വിലസതി നീയും എടുത്തുകൊള്ളുക നെഞ്ച്, ഇനിയുള്ളത് നീയും എടുത്തുകൊള്ളുക എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം. എന്നാൽ സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ തേടിയാലേ ജീവന് സംസാര രോഗം മാറിക്കിട്ടൂ എന്ന് മനോഹരമായ ഒരു പ്രതീക കൽപ്പനയിലൂടെ ഗുരുദേവൻ ഈ പദ്യത്തിൽ വ്യക്തമാക്കി തരികയാണ്. ഇവിടെ മല അതിലുണ്ട് എന്ന് പറയുന്ന ആ മല, ചെടികളും മരങ്ങളും കിളിർത്ത് കാടുപോലെ പെരുകിയിരിക്കുന്ന ആ മല എന്നത് വിഷയസങ്കല്പങ്ങളാകുന്ന ചെടികളും മരങ്ങളും കിളിർത്ത് കാടുപോലെ പെരുകിയ ചിത്തത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മലയിലുള്ള 3 മരുന്ന് എന്ന് പറയുന്നത് സത്ത്, ചിത്ത്, ആനന്ദം. ഇവയാണ് ആ 3 മരുന്ന്. അതിനിരുപാടും പാമ്പും പുലിയും കാവലുണ്ടെന്ന് പറയുന്നു. ഇവിടെ പാമ്പ് രാഗത്തിൻ്റെയും പുലി ദ്വേഷത്തിൻ്റെയും പ്രതീകമാണ്. പുലയനെടുത്തു ഭുജിച്ചു എന്ന് പറയുന്നുണ്ട് ഈ മരുന്നിൽ പകുതി. അത് വിഷയങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവൻ ആ മരുന്ന് കൈക്കലാക്കി അനുഭവിച്ചു എന്നാണ് അർത്ഥം. ഇന്നും വിലസതി എന്നതുകൊണ്ടിട്ട് ഇനിയും അത് ശുദ്ധമായി അവശേഷിക്കുന്നു. അല്ലയോ നെഞ്ചേ, അല്ലയോ ഹൃദയമേ, ശുദ്ധമായി വിലസുന്ന ആ ഔഷധത്തെ നീയും എടുത്തു ഭുജിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ആന്തരിക അർത്ഥം വരുന്നത്. അതായത് നമുക്ക് സംസാര രോഗത്തെ മാറിക്കിട്ടാനുള്ള ഒരു മരുന്ന് ഉപദേശിച്ചു തരികയാണ് ഗുരുദേവൻ. സംസാര രോഗത്തിൽ കഷ്ടപ്പെടുന്ന നമുക്ക് ആ രോഗം മാറ്റാനുള്ള 3 മഹാ ഔഷധങ്ങളാണ് സത്ത്, ചിത്ത്, ആനന്ദം. ശുദ്ധമായ ഉണ്മയുടെ അനുഭവമാണ് സത്ത്, ശുദ്ധമായ ബോധമാണ് ചിത്ത്. ഇവ രണ്ടും ശുദ്ധമായ ആനന്ദത്തോട് കൂടി കലർന്നിരുന്ന അനുഭവമാണ് ബ്രഹ്മാനുഭവം. ഇത് കണ്ടെത്തേണ്ടത്, അതാണ് നമ്മുടെ ആവശ്യം. ഇത് കണ്ടെത്തേണ്ടത് എവിടെയാണ്? ചിത്തത്തിലാണ്. ചിത്തത്തിലുള്ള ഈ ബ്രഹ്മാനുഭവത്തെ കണ്ടെത്തുക എന്നത് അല്പം പ്രയാസമാണ്. എന്താ കാരണം? ഈ മരുന്ന് ആ കാടിനകത്താണ് നിൽക്കുന്നത്. ആ കാട് വെട്ടിത്തെളിക്കണം ഈ മരുന്ന് കണ്ടെത്തണമെങ്കിൽ. അതായത് വിഷയസങ്കല്പങ്ങളാകുന്ന കാട്, അതാണ് നമ്മുടെ ചിത്തം. ഈ വിഷയസങ്കല്പങ്ങളെ മാറ്റി നിർത്തിയാൽ മാത്രമേ ഈ സച്ചിദാനന്ദ സ്വരൂപത്തെ, ഈ ബ്രഹ്മത്തെ നമുക്ക് അറിയാനാകൂ. വിഷയസങ്കല്പങ്ങളെ മാറ്റിയാൽ മാത്രം പോരാ, 2 പേര് കാവല് നിൽക്കുകയാണ്. ആരാണ് ആ 2 പേര്? രാഗമാകുന്ന പാമ്പും
ദ്വേഷമാകുന്ന പുലിയുമാണ്. വിഷം വഹിച്ചുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുന്ന പാമ്പാണ് രാഗത്തിന്റെ പ്രതീകം. ആരുടെ മേലും ചാടി വീഴുന്ന പുലിയാണ് ദ്വേഷത്തിന്റെ പ്രതീകം. ഈ പാമ്പിനെയും പുലിയെയും, അതായത് രാഗദ്വേഷാദികളെ മാറ്റി കാടാകുന്ന വിഷയ സങ്കല്പങ്ങളെ വെട്ടിത്തെളിച്ച് ആ ചിത്തത്തിൽ നിന്നും ഈ മരുന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഇവിടെ ഈ മരുന്നിന്റെ പാതി അത് ജീവനെടുത്ത് ഭുജിച്ചു. മലയിലുടനീളം അലിഞ്ഞു നടക്കുന്ന പുലയനാണ് ഇവിടെ ജീവന്റെ പ്രതീകം. ഈ പുലയൻ കൂടെ കൂടെ അല്പം ഭക്ഷണം വല്ലതും നൽകി പാമ്പിനെയും പുലിയെയും വശത്താക്കി ഈ മരുന്നിൽ കുറച്ചൊക്കെ എടുത്ത് ഭക്ഷിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ഭൗതിക സാമഗ്രികൾ നേടി രാഗദ്വേഷങ്ങളെ ഒരല്പനേരത്തേക്ക് ശമിപ്പിച്ച് ലൗകിക ആനന്ദം അനുഭവിക്കുന്നതാണ് പുലയന്റെ ഈ പാതി മരുന്ന് ഭക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ പാതി മരുന്ന് എന്നതുകൊണ്ടിട്ട് അർദ്ധനാരീശ്വരനായ ശിവന്റെ പകുതിയായ ജഡപ്രകൃതി, അങ്ങനെയും ഒരു സങ്കല്പമുണ്ട്. ജഡപ്രകൃതിയിലെ ആനന്ദമാണ് ജീവന്റെ ആനന്ദം. അതുകൊണ്ടാണ് പാതി പുലയൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരെത്ര ഭക്ഷിച്ചാലും പൂർണ്ണതയും ശുദ്ധതയും നഷ്ടപ്പെടാത്തതാണ് ഈ മരുന്ന്. ഇന്നും വിലസതി എന്ന പ്രയോഗം അക്കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. പാതി ഭുജിച്ചെന്ന് പറഞ്ഞാലും ഇനിയും ആ മരുന്ന് പൂർണ്ണമായും ശുദ്ധമായും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ മരുന്നിനെ സ്വായത്തമാക്കണം. അതിനെന്ത് ചെയ്യണം? കാട് തെളിച്ച്, വിഷയങ്ങളാകുന്ന കാട് തെളിച്ച്, രാഗദ്വേഷാദികളാകുന്ന പാമ്പിനെയും പുലിയെയും അടിച്ചോടിച്ച് ജീവന് വേണമെങ്കിൽ ശുദ്ധവും പൂർണ്ണവുമായ ഈ ഔഷധം അതെടുത്ത് ഭുജിക്കാവുന്നതാണ് എന്നതാണ് ഭാവം. ഈ പദ്യത്തിലൂടെ ഗുരുദേവൻ നമുക്ക് സംസാര രോഗത്തെ അകറ്റാനുള്ള മരുന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്. സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിനെ കണ്ടെത്തേണ്ടത് എങ്ങനെ എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ബ്രഹ്മ അനുഭവത്തെ സ്വായത്തമാക്കേണ്ടത് എങ്ങനെയെന്ന് ഗുരു നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഈ മരുന്ന് എവിടെയാണെന്ന് നാം ആദ്യം തിരിച്ചറിയണം. ഈ മരുന്ന് മറ്റെവിടെയുമല്ല, ചിത്തത്തിലാണ്. ഇനി ഈ മരുന്ന് ചിത്തത്തിൽ നിന്നും എടുക്കുക അത്ര എളുപ്പമല്ല. കാരണം അത് വിഷയസങ്കല്പങ്ങളാകുന്ന കാടിനകത്താണ്. അതുകൊണ്ട് വിഷയസങ്കല്പങ്ങളാകുന്ന കാടിനെ വെട്ടിത്തെളിക്കണം. ഇനിയോ രാഗദ്വേഷാദികളാകുന്ന കവൾക്കാരായ പാമ്പിനെയും പുലിയെയും ഓടിക്കണം. ഈ 3 കടമ്പകൾ കടന്നാൽ ആ മരുന്നിനെ സ്വായത്തമാക്കി സംസാര രോഗത്തെ ശമിപ്പിക്കാൻ, ബ്രഹ്മാനുഭവം നേടാൻ നമുക്ക് സാധിക്കും. ജീവൻ അതിന്റെ പാതി ഭുജിച്ചു, എന്നാലും അത് പൂർണ്ണമായും ശുദ്ധമായും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ മരുന്ന് സ്വായത്തമാക്കി ബ്രഹ്മാനുഭവം നേടി സംസാര രോഗത്തെ അകറ്റി ധന്യത നേടാൻ ഗുരു നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്ന മന്ത്രമാണ് ശിവശതകത്തിലെ 24-ാമത്തെ ഈ പദ്യം. ഭക്തന്മാർക്ക് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ജനിപ്പിക്കുകയാണ് ശിവശതകം എന്ന ഈ കൃതിയുടെ ലക്ഷ്യം. ഭക്തിരസം ഊറി നിൽക്കുന്ന ഈ കൃതി ഏത് ഭക്തനെയും വൈരാഗ്യജ്ഞാനങ്ങളിൽ കൊണ്ടെത്തിക്കാൻ കരുത്തുള്ള ഒരു സ്തോത്രരത്നം തന്നെയാണ്. ഇത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് സകല ദുരിതങ്ങളും മാറി സത്യബോധം ഉളവാകുന്നതാണ്. സത്യബോധം നേടാൻ നമുക്ക് നേരാം വഴി കാട്ടുന്ന പരമദൈവമായി മഹാഗുരു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഗുരു കാണിച്ചു തരുന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അതിനു വേണ്ട ജ്ഞാനബോധം പകർന്നു തന്ന് വിദ്യാദേവതയായ ശാരദാംബ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. സത്യബോധത്തെ നേടി ഗുരുമഹിമ അറിഞ്ഞ് ഗുരുപാതയിൽ സഞ്ചരിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ആ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ശിവശതകം 24-ാമത്തെ പദ്യം അവതരിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അനിൽജിയോട് ഈ അവസരത്തിൽ സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഏവർക്കും ഗുരുകടാക്ഷം ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം.